നീറ്റ് UGC 2026 പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറാനും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതിയ പരീക്ഷ നടത്താനുള്ള തീരുമാനമുണ്ട്. പക്ഷേ അതിന്റെ തീയതി ഇതുവരെ ആയിട്ടില്ല. പുതുക്കിയ തീയതി എന്നാണെന്ന് പിന്നീട് അറിയിക്കും. പരീക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, UG 2026 പരീക്ഷ അതിൽ ഈ ക്രമക്കേട് നടന്നതായിട്ടുള്ള പരാതി രാജസ്ഥാനിലെ സിക്കറിൽ ഉയർന്നിരുന്നു. അതിൽ രാജസ്ഥാൻ പോലീസിന്റെ തന്നെ പ്രത്യേക വിഭാഗം അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ NTA തീരുമാനം, സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഈ നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഈ ക്രമക്കേട് ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നാണ് NTA അറിയിക്കുന്നത്. അതിലേറെ സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് അതിന്റെ അന്വേഷണ ഉത്തരവാദിത്വം പൂർണ്ണമായും CBIക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അത് CBI ആയിരിക്കും അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം NTA ഉടൻ തന്നെ CBIയുമായി ഏകോപനം നടത്തി തന്നെ മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതായത് ഇനി പരീക്ഷ നടത്താനായി തീരുമാനിച്ചിരിക്കുന്ന തീയതി സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുതിയ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ NTA അവരുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ അറിയിക്കും എന്നാണ് നമുക്കിപ്പോൾ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം മനസ്സിലാക്കാനായി കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് രാജസ്ഥാനിലെ സിക്കറിലെ കേസുമായി ബന്ധപ്പെട്ട 15 പേരെയാണ് രാജസ്ഥാന്റെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മനീഷ് എന്നയാളെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ പോലീസ് അന്വേഷിക്കുന്നത് ഈ മാതൃകാ ചോദ്യപേപ്പർ പരീക്ഷ ഈ മാസം 3-നാണ് നടന്നത്. ഈ മാസം 1-ാം തീയതി അച്യുതനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നീറ്റ് UG പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇപ്പോൾ നൽകുന്നുണ്ട്. ഉയർന്നു വന്ന ആരോപണങ്ങളുടെയും പരാതികളുടെയും പശ്ചാത്തലത്തിൽ ഈ പരീക്ഷ റദ്ദാക്കുന്നു എന്നാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നത്. ഇതൊരു അറിയിപ്പ് രൂപത്തിലാണ് അവർ നൽകുന്നത്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. പുതിയ പരീക്ഷ നടത്തും, അതിന്റെ തീയതി പിന്നീട് അറിയിക്കും എന്ന് കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. രാജസ്ഥാനിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണം ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി ഉണ്ടാകുന്നത്. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഇനിയും പുതിയ പരീക്ഷ നടത്തണം, അതിന്റെ തീയതി എന്താണെന്നൊന്നും ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നില്ല. ഈ ക്രമക്കേടുകളുടെ അന്വേഷണം അത് ഈ കേന്ദ്ര ഏജൻസിയിലേക്ക് അത്തരം സൂചനകളോട് കൂടിയാണല്ലോ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന വിശദീകരണം. അച്യുതൻ, കാരണം ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 നീറ്റ് പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിരുന്നു. അന്ന് ഒടുവിൽ ആ കേസ് സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി കടുത്ത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിൽ പല രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. ഇത് വീണ്ടും ഇപ്പോൾ ആവർത്തിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് ഈ മാസം 3-നാണ് പരീക്ഷ നടന്നത്. ഈ മാസം 1-ന് ഈ രാജസ്ഥാനിലെ പലയിടങ്ങളിലും ഒരു മാതൃകാ ചോദ്യപേപ്പർ പ്രചരിച്ചു. ആ മാതൃകാ ചോദ്യപേപ്പറിൽ ഏതാണ്ട് 140 ചോദ്യങ്ങൾ അത് ഈ പറഞ്ഞ ഈ പരീക്ഷ നടന്നതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുള്ളതായിരുന്നു. ഇതിലാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉടലെടുത്തത്. കാരണം ഏതാണ്ട് 600ഓളം മാർക്ക് കിട്ടുന്ന 140 ചോദ്യങ്ങളിലാണ് സാമ്യത കണ്ടെത്തിയത്. ആകെ 720 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പോൾ അതിൽ 600ഓളം മാർക്കിന്റെ ചോദ്യങ്ങൾ അത് ഈ 2 ചോദ്യപേപ്പറിലും സാമ്യതകൾ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ചിരു സ്വദേശിയായിട്ടുള്ള, അതിൽ കേരളത്തിൽ MBBS പഠിക്കുന്ന ചിരു സ്വദേശിയായ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു മാതൃകാ ചോദ്യപേപ്പർ അത് പിന്നീട് അദ്ദേഹത്തിന്റെ രാജസ്ഥാനിലെ സുഹൃത്തിന് കൈമാറി. അത് പിന്നീട് വ്യാപകമായി രാജസ്ഥാനിലാകെ പ്രചരിച്ചു. 20,000 മുതൽ 2 ലക്ഷം രൂപ വരെ വില കൊടുത്ത് ഈ ചോദ്യപേപ്പർ വാങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. ഇതിലൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തി. അതിനുശേഷമാണ് ഈ സംശയം ഉടലെടുത്ത് ഈ യഥാർത്ഥ ചോദ്യപേപ്പറാണോ ചോർന്നത്, അതിന് പിന്നിൽ എന്തെങ്കിലും ഈ 2 ചോദ്യപേപ്പറും തമ്മിൽ ഇത്തരത്തിലുള്ള ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ
എന്ന അടക്കം കാര്യങ്ങൾ പരിശോധിക്കാൻ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരുന്നത്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചത് ഈ പരീക്ഷ നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്രമക്കേട് നടന്നതായി ഇതിൽ സംശയിക്കാവുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഒരു പരീക്ഷ, കാരണം വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് വീണ്ടും ഒരു പരീക്ഷ എന്നുള്ളത്. അപ്പോൾ എന്തോ ഒരു ക്രമക്കേട് നടന്നതിന്റെ സൂചനയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. NTA ഒരു വിശദമായ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നു. അന്വേഷണം CBIക്ക് കൈമാറാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മറ്റൊന്ന്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അധിക ഫീസ് ഈടാക്കുകയില്ല. ഇതിലിനി തീയതി മാത്രമായിരിക്കും അറിയിക്കുക. ഒപ്പം തന്നെ പുതിയ അഡ്മിറ്റ് കാർഡുകളും വിതരണം ചെയ്യും. അതെല്ലാം തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയായിരിക്കും അത്തരം കാര്യങ്ങൾ നടത്തുക. ഇത് വ്യാപകമായി ഈ ക്രമക്കേടുകൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിരാശപ്പെടുത്തുന്നത്. 2024 സംഭവത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും നീറ്റ് പരീക്ഷയിൽ ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കുന്നു. പ്രതിപക്ഷം ഇതിനോടകം തന്നെ വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചു. കാരണം ഒരു വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ട ഒരു പരീക്ഷ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഇങ്ങനെ ചോരുന്നത് അത് സർക്കാരിൻ്റെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള നടപടിയാണ് എന്നതടക്കം പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ, ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉടലെടുത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, അച്യുതൻ, ഇപ്പോൾ ഇത് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിൽ ഒന്നാണ്. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അത് പരീക്ഷ എഴുതിയെന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷ. അപ്പോൾ അത്രത്തോളം കുട്ടികളെ ബാധിക്കുന്ന തീരുമാനമാണ്. എന്തൊക്കെ സുരക്ഷാ പരിശോധനകളാണ് ഇതിന് മുന്നോടിയായി നടത്തുന്നത്, കുട്ടികളെ ഈ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് നമ്മുടെ മുൻപിലുണ്ട്. ആ പരിശോധനകളൊക്കെ നേരത്തെ പലതരത്തിൽ വിവാദമായതുമൊക്കെയാണ്. നേരത്തെയും ചോർച്ചയുണ്ടായി, കോടതിയുടെ ഇടപെടലുണ്ടായി. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളതാണോ? ഈ പരീക്ഷാ പേപ്പർ ചോർന്നതാണോ? ഈ ഗസ് പേപ്പർ അതെങ്ങനെ ഈ പ്രചരിച്ചു കുട്ടികൾക്കിടയിൽ വാട്സാപ്പിലൂടെ ഉൾപ്പെടെ എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്യുതൻ, ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷാ പേപ്പർ ചോർന്നതിന്റെ സൂചനകൾ എന്തായാലും ലഭിക്കുന്നുണ്ട്. അല്ലാതെ ഒരു കാരണവശാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നീറ്റ് UG പരീക്ഷ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഈ കേസ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ NTA വ്യക്തമാക്കിയത് നിലവിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിൻ്റെ ഒരു സാഹചര്യം ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയാൽ അന്ന് തീരുമാനമെടുക്കാമെന്നായിരുന്നു തുടക്കത്തിൽ NTA അറിയിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്നാണ് NTA പരീക്ഷ റദ്ദാക്കുന്നു എന്നൊരു വിവരം പങ്കുവച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഈ യഥാർത്ഥ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കൂടി ഉടലെടുക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യം NTA സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അതിനി രാജസ്ഥാൻ പോലീസാണ് ആ കാര്യങ്ങൾ, യഥാർത്ഥ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിൽ രാജസ്ഥാൻ പോലീസാണ് അത് രാജസ്ഥാൻ പോലീസ് സ്ഥിരീകരിക്കും എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്.